വിണ്ണിൽ ചേർത്തിടുവോളം മഞ്ഞിലെന്നെ നിൻ സ്വന്തം. വലിയൊരു സെലിബ്രേഷന് എന്ന് എതിര് നിൽക്കുകയാണ് ഫരിസേയരും നിയമത്തിലും. യേശു ലേവിയെ വിളിച്ചു. ഉടനെ ലേവി പിന്നാലെ പോയി. പക്ഷെ പോയപ്പോൾ വെറുതെ പോയില്ല. യേശുവിൻ്റെ പിന്നാലെ ഒരു ശിഷ്യത്വം സ്വീകരിച്ചത് കൊണ്ട് അയാൾ തീരുമാനിക്കുകയാണ് ഇത് വലിയൊരു സെലിബ്രേഷൻ ആക്കണം. അപ്പോൾ അദ്ദേഹം യേശുവിനോട് പറഞ്ഞു, നമുക്കൊന്ന് വീട്ടിലേക്ക് പോകാം, നമുക്കവിടെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് പരിചയത്തിലുള്ള എല്ലാവരെയും വിളിച്ച് ഒരു സെലിബ്രേഷൻ ആയിക്കോട്ടെ അത്. അപ്പോൾ യേശു സമ്മതിക്കുന്നു. യേശുവും കുറേ അധികം പേര് പാപികളും ചുങ്കക്കാരും ഒക്കെ യേശുവിനോട് ഭക്ഷണത്തിനിരുന്നതാണ് പറയുന്നത്. അപ്പോൾ ലേവിയുടെ വീട്ടിൽ അന്നൊരു സെലിബ്രേഷനാണ്. യേശു ആദ്യമായിട്ട് വീട്ടിൽ വന്നതുകൊണ്ട് ലേവി യേശുവിൻ്റെ പിന്നാലെ ഒരു ശിഷ്യത്വം സ്വീകരിച്ചത് കൊണ്ട് ഒരു സെലിബ്രേഷനാണ്. ഇത് കണ്ടുകൊണ്ടിരുന്ന ഫരിസേയർക്കും നിയമജ്ഞർക്കും പിടിച്ചില്ല. അവർക്ക് ദേഷ്യം വന്നു. ദേഷ്യം വരാതിരിക്കാൻ വഴിയില്ലല്ലോ. കാരണം ചുങ്കക്കാരെന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ ആ കാലഘട്ടത്തിൽ റോമ സാമ്രാജ്യത്തിന് വേണ്ടി ചുങ്കം പിരിക്കുന്നവരാണ്. ഒരു തൊഴിൽ കൊണ്ട് അവർ ഏറ്റവും മോശപ്പെട്ടവരെന്ന് വിധിയെഴുതപ്പെട്ടവരാണ്. അതുകൊണ്ട് ഫരിസേയരും നിയമജ്ഞരും മാറ്റി നിർത്തി. ഈ മാറ്റി നിർത്തിയപ്പോൾ അവർ യേശുവിനും പ്രതീക്ഷിച്ചത് അവരെല്ലാവരും എങ്ങനെയാണോ ഒരു ചുങ്കക്കാരനെ കണ്ടത്, ഒരു പാപികളെ കാണുന്നത്, അതുപോലെയാണ് യേശുവും കാണേണ്ടത്. കാരണം യേശു യഹൂദനാണല്ലോ. പക്ഷേ എങ്ങനെ കാണാൻ അന്നത്തെ നിയമവും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പറഞ്ഞുവോ അതിനെതിരായിട്ട് യേശു ചിന്തിച്ചു. യേശു നോക്കുമ്പോൾ ലേവിയുടെ തൊഴിലാണ് പ്രശ്നം, അവൻ്റെ ജീവിതമല്ല പ്രശ്നം. അതുകൊണ്ട് യേശുവിന് മനസ്സിലായി ഇവനെ മൊത്തത്തിലങ്ങ് മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. യേശുവിൻ്റെ തൊഴിലിനെ മാറ്റി, അവൻ്റെ ഫോക്കസ് അങ്ങ് മാറ്റി. ഫോക്കസ് മാറ്റിയപ്പോൾ ഇപ്പോൾ അവൻ്റെ ഫോക്കസ് യേശുവിലാണ്. അവൻ്റെ തൊഴിൽ യേശുവിൻ്റെ പിന്നാലെ നടക്കുന്നതാണ്. യേശു സന്തോഷപൂർവ്വം അവനെ സ്വീകരിച്ചു. അവനും സന്തോഷപൂർവ്വം പിന്നാലെ പോയി. ഒരു സെലിബ്രേഷനായി. പക്ഷേ ഒരു സർക്കിളിനകത്ത് നിന്ന് ചിന്തിച്ച ഫരിസേയർക്കും നിയമജ്ഞർക്കും ആ സർക്കിളിൻ്റെ പുറത്ത് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഇവരൊക്കെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണെന്ന് മുദ്ര കുത്തിയത് കൊണ്ട് എന്തിനാ അവരെയൊക്കെ സ്വീകരിക്കുന്നത്, എന്തിനാ അവരോടൊക്കെ ഭക്ഷണം ഇരിക്കുന്നത്, അവർ ചോദ്യം ചെയ്തു. പ്രിയമുള്ളവരെ, ഈ തപസ്സുകാലം നമുക്ക് നൽകുന്ന ഒരു സന്ദേശം, നമ്മളൊക്കെ ഈ സർക്കിളിൽ നിന്ന് മാറ്റിപ്പിടിക്കണം. നമുക്കൊരു ഫ്രെയിം വർക്കുണ്ട്. അത് ഒരു രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ സാമൂഹിക പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ ചില മനുഷ്യരൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ മാറ്റി നിർത്തൽ അവരിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തതായി. ഇതിൻ്റെ പ്രശ്നം നമ്മളൊക്കെ അവരിലേക്ക് എത്താൻ കഴിയാത്ത വിധത്തിൽ നമ്മളൊക്കെ ഒത്തിരി മാറി നിൽക്കുകയാണ്. യേശു സർക്കിളിങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണ്. യേശു കുറച്ചും കൂടി ആ സർക്കിൾ ബ്രേക്ക് ചെയ്ത് അവരെ ഈ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇപ്പം നീ ഞാനും ഒന്നാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് അവരുടെ വീട്ടിൽ സന്തോഷം പങ്കിട്ടു. യേശു ഒരു കാര്യം വ്യക്തമാണ്, അവനല്ലല്ലോ പ്രശ്നം, അവൻ്റെ തൊഴിലല്ലേ പ്രശ്നം. ആ തൊഴിലങ്ങ് മാറ്റിയാൽ പോരെ. ഈ സർക്കിളിൽ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒരു നിമിഷം ചിന്തിക്കേണ്ടത് കുറേ അധികം പേര് സർക്കിളിൻ്റെ പുറത്താണ്. സത്യത്തിൽ അവരല്ല പ്രശ്നം, അവരായിരിക്കുന്ന ഏതൊക്കെയോ അവസ്ഥകളാണ് പ്രശ്നം. ഈ തപസ്സുകാലത്ത് ആരെങ്കിലുമൊക്കെ കുറച്ചും കൂടി മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ കുറച്ചും കൂടി മാറ്റി നിർത്താൻ പഠിപ്പിച്ച് അവരെ കുറച്ചും കൂടി ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഒരു സർക്കിളിനങ്ങ് ബ്രേക്ക് ചെയ്യുകയാണ്. ആ സർക്കിൾ ബ്രേക്ക് ചെയ്യുന്നതിലൂടെ നമ്മളൊക്കെ ഈ തപസ്സുകാലം കുറച്ചും കൂടി വിശാലമാക്കുകയാണ്. കുറച്ചും കൂടി നമ്മൾ ഈ തപസ്സുകാലത്തിന് ഒരു അർത്ഥം കൊണ്ടുവരികയാണ്. എനിക്ക് തോന്നുന്നു യേശു ഈ ഭൂമിയിൽ ചെയ്ത ഏറ്റവും മനോഹരമായൊരു കാര്യമാണ് ഇന്നത്തെ ഗോസ്പലിൽ പറയുന്നത്. നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ശരിയല്ലേ? നമ്മളൊക്കെ ഈ നീതിമാന്മാരുടെ കൂടെ ഇടപെട്ട്, നീതിമാന്മാരുടെ കൂടെ ഭക്ഷണമേശ പങ്കിട്ട്, നീതിമാന്മാരുടെ കൂടെ തോളിനോട് തോൾ ചേർന്ന് നടക്കുമ്പോൾ യേശു ആഗ്രഹിച്ചതൊന്നുമല്ല. ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ ഒരു സർക്കിളിൻ്റെ പുറത്ത് കുറേ മനുഷ്യരുണ്ട്. അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളും ക്രിസ്തുവിനെ പോലെ വലിയ മനുഷ്യരാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
പ്രാണ